ഹായ് ഗൈസ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മഹാനവമിയെക്കുറിച്ചാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ അറിയിക്കുക. ഇന്ന് മഹാനവമിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. മഹാനവമി എങ്ങനെ ആഘോഷിക്കുന്നു, അല്ലെങ്കിൽ മഹാനവമിയെക്കുറിച്ചുള്ള ഐതിഹ്യത്തെക്കുറിച്ച് നോക്കാം. മഹാനവമി ഐതിഹ്യമനുസരിച്ച് ദുർഗാദേവിയെ അസുര രാജാവായ മഹിഷാസുരന് വധിച്ചത് ഈ ദിവസമാണ്. ദേവന്മാരുടെ അനുഗ്രഹത്തോടെ അവതരിച്ച ദുർഗാദേവി നവരാത്രിയുടെ 9 ദിവസങ്ങളിലും മഹിഷാസുരനുമായി യുദ്ധം ചെയ്ത് ഒടുവിൽ വിജയദശമി ദിനത്തിൽ അവനെ നിഗ്രഹിക്കുന്നു. ഈ വിജയത്തെയാണ് ജനങ്ങൾ മഹാനവമി ദിനത്തിൽ ആഘോഷിക്കുന്നത്. ഇത് തിന്മയുടെയും നന്മയുടെയും വിജയത്തെ ഓർമ്മപ്പെടുത്തുന്നു. ഐതിഹ്യം: മഹിഷാസുരൻ്റെ ഭീഷണി. ഭൂമിയിൽ മാത്രമല്ല ദേവലോകത്തും സമാധാനം നശിപ്പിച്ച മഹിഷാസുരനെ ഭയന്ന് ദേവന്മാർ പോലും സ്വൈര്യമായി ജീവിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ദേവന്മാരുടെ അഭ്യർത്ഥന. മഹിഷാസുരൻ്റെ അക്രമങ്ങളിൽ സഹിക്കട്ട ദേവന്മാർ വിഷ്ണുവിനെ സമീപിച്ച് സങ്കടം അറിയിച്ചു. ദേവിയുടെ അവതാരം. ത്രിമൂർത്തികളുടെ നിർദ്ദേശപ്രകാരം ശക്തിസ്വരൂപിണിയായ ദുർഗാദേവി അവതരിച്ചു. മഹിഷാസുരൻ്റെ യുദ്ധം. ദേവി മഹിഷാസുരനുമായി യുദ്ധം ആരംഭിച്ചു. ഈ യുദ്ധം 9 ദിവസങ്ങളോളം നീണ്ടുനിന്നു. വിജയദശമിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. സരസ്വതി പ്രീതികരമായ മന്ത്രങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. യാകുന്ദേതു തുഷാരഹാള ധവള യാ ശുഭ്ര വസ്ത്രാവൃത യാ വീണാവര ദണ്ഡ മണ്ഡിതകര യാ ശ്വേത പദ്മാസന യാ ബ്രഹ്മാച്യുത ശങ്കര പ്രഭൃതിഭിഃ ദേവൈ സദാ പൂജിത സാമാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഢ്യാപഹ. ഇത്രയുമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അടുത്ത വീഡിയോയിൽ വിജയദശമിയെക്കുറിച്ച് പറയുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.